അമേരിക്കയെ ഒരു പാഠം പഠിപ്പിക്കേണ്ടതുണ്ട്. ഇത് പറയുന്നത് ഇന്ത്യയിലെ വ്യാപാരികളും വ്യവസായികളുമാണ്. ഒന്ന് നോക്കൂ, നമ്മുടെ രാജ്യം എത്രത്തോളം അഭിമാനകരമായിട്ടാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിനൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്നതെന്ന്. 50% താരിഫ് ഇന്ത്യക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തുമ്പോൾ അതിനെ അനുകൂലിക്കുകയും നരേന്ദ്രമോദി ഇതിന് മറുപടി പറയുകയും എന്ന് പറയുന്ന ഒരേ ഒരു പാർട്ടിയെ നമ്മുടെ ഇന്ത്യയിലുള്ളൂ. അത് കോൺഗ്രസും. ഈ രാജ്യം മുടിഞ്ഞു കാണണമെന്ന് ആഗ്രഹിക്കുന്ന അപ്പൂപ്പന്മാർ വഴി ഈ രാജ്യത്തിലേക്ക് ഭരണത്തിലേറിയ യാതൊരു കഴിവോ ബുദ്ധിയോ വിവരമോ ഇല്ലാത്ത രാജ്യത്തെ സമ്പൂർണ്ണമായി മുടിക്കാൻ വന്നിരിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവുമാണ്. രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാഗാന്ധി ഇറ്റലിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തിന് വലിയ രീതിയിലുള്ള നഷ്ടമല്ലാതെ വലിയ രീതിയിലുള്ള ഒരു നേട്ടം ഉണ്ടായതായിട്ട് ആർക്കും അറിവില്ല. അതിനു മുമ്പ് ഈ രാഹുൽ ഗാന്ധിയുടെ അമ്മുമ്മയും അപ്പൂപ്പനുമൊക്കെ നാട് മരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴിതാ നമ്മുടെ US താരിഫുകൾക്ക് എതിരെ പ്രതികാര നടപടി സ്വീകരിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് തൊഴിലാളികളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ട്രംപിൻ്റെ 50% താരിഫ് ഇന്ന് നിലവിൽ വന്നതിനെ തുടർന്ന് ഇതിനെ പ്രതിരോധിക്കാൻ രാജ്യത്തെ വ്യവസായ സംഘടനയായിട്ടുള്ള ചേംബർ ഓഫ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി പ്രതികാര താരിഫ് ഏർപ്പെടുത്തണമെന്നാണ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ട്രംപിൻ്റെ 50% താരിഫ് തുണിത്തരങ്ങൾ, തുകൽ, രത്നാഭരണങ്ങൾ, ഓട്ടോ ഘടകങ്ങൾ, രാസവസ്തുക്കൾ, സമുദ്രോത്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ് എന്നിവ ഉൾപ്പെടെ എല്ലാ മേഖലകളെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് CTI ചെയർമാൻ ബ്രിജേഷ് ഗോയൽ സർക്കാരിനോട് പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട 1 ദശലക്ഷം ആളുകളുടെ തൊഴിൽ അപകടത്തിലാണ്. അമേരിക്കയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 35% വരെ വില കൂടും. അങ്ങനെ അവിടെ വാങ്ങുന്നവർ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകും. അമേരിക്കയുടെ ഈ നീക്കം ഇന്ത്യയുടെ $48 ബില്യൺ വരുന്ന കയറ്റുമതിയെ തന്നെ ബാധിക്കും. ഓഗസ്റ്റ് 1-ന് 25% താരിഫ് ഏർപ്പെടുത്തിയതും ഓഗസ്റ്റ് 27-ന് 25% അധിക താരിഫ് ഏർപ്പെടുത്തിയതും ബിസിനസ് സമൂഹത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് CTI ജനറൽ സെക്രട്ടറി രാഹുൽ അദൽഖയും രാകേഷ് ഖന്നയും പറഞ്ഞു. ഇതിനകം ഓർഡറുകൾ നൽകിയ അമേരിക്കൻ കമ്പനികൾ അവരുടെ സാധനങ്ങൾ വഴിയിലാണ്, അവയിലേക്ക് എത്താൻ സമയമെടുക്കും. അതിനാൽ താരിഫ് ബാധകമാകുമെന്ന ആശയക്കുഴപ്പമുണ്ട്. താരിഫ് ബാധകമാക്കിയതിനു ശേഷം കയറ്റുമതിയിൽ കുറവുണ്ടാകുമെന്ന ആശങ്കയുണ്ട്. 2024 1.7 ലക്ഷം കോടി രൂപയുടെ എഞ്ചിനീയറിംഗ് സാധനങ്ങൾ അമേരിക്കയിലേക്ക് അയച്ചു. ഇതിൽ സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ, യന്ത്രങ്ങൾ, ഓട്ടോ ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഇതിന് 10% താരിഫ് ബാധകമായിരുന്നു. ഇപ്പോൾ 50% താരിഫ് കാരണം അതിൻ്റെ വില വർദ്ധിച്ചു. അതിനാൽ കയറ്റുമതിയിൽ 20 മുതൽ 25% വരെ കുറവുണ്ടാകും. കഴിഞ്ഞ വർഷം 90,000 കോടി രൂപയുടെ രത്നങ്ങളും ആഭരണങ്ങളും 1.25 ലക്ഷം കോടി രൂപയുടെ ഇലക്ട്രോണിക് വസ്തുക്കളും US-ലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറവുണ്ടാകും. കയറ്റുമതിയെ ആശ്രയിക്കുന്ന തുണി വ്യവസായത്തെയായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. എന്തായാലും അമേരിക്കയെ ഒരു പാഠം പഠിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അമേരിക്കയുടെ ഭീഷണികൾക്കും മറുപടി നൽകേണ്ടത് അത്യാവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ചേംബർ ചെയർമാൻ ബ്രിജേഷ് ഗോയൽ പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. അമേരിക്കയെ ഒരു പാഠം പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. സർക്കാർ അമേരിക്കയ്ക്ക് മേൽ പ്രതികാര തീരുവ ചുമത്തണം. അമേരിക്കയെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം. മാത്രമല്ല ജർമ്മനി, ബ്രിട്ടൻ, സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾക്കുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യം കണക്കിലെടുത്ത് അവിടെ കയറ്റുമതി നയങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.